നിലമ്പൂരിലേക്കാണ് പോകുന്നത്. നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു, റിസൾട്ട് വന്നു, നമുക്കെല്ലാം അറിയാം. പക്ഷേ നിലമ്പൂരിനെ കുറിച്ചിട്ടുള്ള നേതാക്കന്മാരുടെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. അതിൽ ഏറ്റവും പ്രധാനം ഇന്നലെ ME ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞതാണ്, നിലമ്പൂരിൽ UDF കിട്ടിയത് തീവ്രവാദികളുടെയും വർഗീയവാദികളുടെയും വോട്ടാണ്, അതുകൊണ്ടാണ് അവർ വിജയിച്ചതെന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ സ്വരാജും സമാന രീതിയിലൊരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. സ്വരാജിൻ്റെ പരാജയത്തിൽ ആഘോഷിക്കുന്നത് സംഘപരിവാരും ജമാഅത്തെ ഇസ്ലാമിയും അത്തരത്തിലുള്ള അവരെ അനുകൂലികളുമാണ് എന്നാണ് സ്വരാജും പറഞ്ഞിരിക്കുന്നത്. ഈ വിഷയമാണ് നമ്മൾ പരിശോധിക്കുന്നത്. ദാവൂദ്, ഈ CPM വീണ്ടും ഇത്തരത്തിൽ ഇലക്ഷന് ശേഷവും ജമാഅത്തിനെ അല്ലെങ്കിൽ അത്തരം UDF ഇത്തരം ഒരു മഴവിൽ സഖ്യമെന്നൊക്കെ ആരോപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനകൾ തുടരുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കടന്ന് ഇവർക്ക് കിട്ടിയ ആൾക്കാരല്ല UDF ലഭിച്ച വോട്ടുകളൊക്കെ വർഗീയ വോട്ടുകളാണെന്ന് കൂടിയിട്ടാണ് CPM സംസ്ഥാന സെക്രട്ടറി തന്നെ പറയുന്നത്. എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഈ നിലമ്പൂർ ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ വന്ന പല കമൻറ്റുകളിൽ എന്നെ ഏറ്റവും ആകർഷിച്ചൊരു കമൻ്റ് എന്താണെന്ന് വെച്ചാൽ, CPM തോൽപ്പിക്കുക എന്നുള്ളത് വലിയ പ്രയാസമില്ല, പക്ഷെ തോറ്റു എന്ന് ബോധ്യപ്പെടുത്താൻ ഭയങ്കര പണിയാണെന്നുള്ളതാണ്. ഈ ഇലക്ഷൻ റിസൾട്ടിന് ശേഷം ഇവരെടുക്കുന്ന പൊസിഷൻ ഇതാണ്. ഇങ്ങനെ നിലമ്പൂരിൽ തോറ്റിട്ടുണ്ട്, LDF CPM തോറ്റിട്ടുണ്ട്. അവർ വലിയ ഭൂരിപക്ഷത്തിനാണ്, ഷൗക്കത്തിൻ്റെ കൂടെ വോട്ട് കൂട്ടുകയാണെങ്കിൽ വലിയ വോട്ട് നഷ്ടമാണ്, വലിയ രീതിയിലാണ് അവർക്കെതിരായിട്ടുള്ള വിധി ചെയ്തിട്ടുണ്ടായിട്ടുള്ളത്. അതിനെ അംഗീകരിക്കുക, ഞങ്ങൾ ആ ജനവിധി അംഗീകരിക്കുന്നു, എന്താണോ വേണ്ട കറക്ഷൻസ് അത് ഞങ്ങൾ ചെയ്യാം എന്നുള്ളതാണ് സാമാന്യമായിട്ട് ജനങ്ങളോട് സംവദിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പാർട്ടി ചെയ്യണത്. പക്ഷേ അവർ സ്ഥിരം ചെയ്യുന്നത് പോലെ അവർ തോറ്റു കഴിഞ്ഞാൽ അതെന്താണ്, വർഗീയവാദികളുടെ വിജയമാണ്, തീവ്രവാദികളുടെ വിജയമാണ്. അത് വയനാട് പ്രിയങ്ക ജയിച്ചപ്പോൾ അങ്ങനെയാണ്, മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടി ജയിച്ചപ്പോൾ അങ്ങനെയാണ്. അത് തന്നെയാണ് നിലമ്പൂരിൽ സംഭവിച്ചിരിക്കുന്നത്. ഞങ്ങൾക്ക് വോട്ട് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ വർഗീയവാദികളാണ്, നിങ്ങൾ തീവ്രവാദികളാണെന്നാണ് പറയുന്നത്. അത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, അത് എല്ലായിടത്തും തന്നെ പുതുപ്പള്ളിയിൽ തോറ്റാൽ അങ്ങനെ പറയില്ല. അത് വളരെ പ്രധാനമാണ്. പുതുപ്പള്ളിയിൽ തോറ്റാൽ അങ്ങനെ പറയില്ല, വട്ടിയൂർക്കാവിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും തോറ്റാൽ അങ്ങനെ പറയില്ല. ഇത് മലപ്പുറത്തും കോഴിക്കോടും ഈ മലബാറിൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ ധാരാളമായി വസിക്കുന്ന പ്രദേശങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ CPM തോറ്റാൽ CPM ഒരൊറ്റ വിശകലനമേ ഉള്ളൂ അതിനെക്കുറിച്ച്. അതെന്താണ്, അത് തീവ്രവാദികളുടെ, ഞങ്ങൾ തോറ്റത് തീവ്രവാദികൾ അപ്പുറത്തെ തീവ്രവാദികളായതുകൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ചത് തീവ്രവാദികളുടെ വോട്ട് കൊണ്ടാണ്. ഇത് ഒരിക്കൽ പറയുന്നതല്ല സുകേഷ്, ഇത് നിരന്തരം, ഇതൊരു അവരുടെ ഒരു അടിസ്ഥാന പൊസിഷനായിട്ട് ആ പാർട്ടി കൊണ്ടു നടക്കുകയാണ്. അങ്ങനെ അത് ഗുരുതരമായൊരു സാഹചര്യമാണ്. മുസ്ലിങ്ങൾ ധാരാളമുള്ള പ്രദേശങ്ങളിൽ പാർട്ടി പരാജയപ്പെടുന്നത്, വടകരയിൽ തന്നെയാണ് സംഭവിച്ചത്, വടകരയിൽ തോൽവിയെക്കുറിച്ച് തന്നെയാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാത്തവർ തീവ്രവാദികളും വർഗീയവാദികളുമാണ് പച്ചയ്ക്ക് പറയുന്നത്. എന്ന് പറഞ്ഞാൽ വർഗീയത അല്ലെങ്കിൽ മതേതരം, നിങ്ങളൊരു മതേതരത്വത്തിൻ്റെ ടെസ്റ്റ് പാസ്സാണെങ്കിൽ ഞങ്ങളുടെ മതേതരത്വത്തിൻ്റെ മനകളിൽ ഞങ്ങൾ ഇങ്ങനെ കസേരയിട്ടിരിക്കുവാണ്, ആ പടിപ്പുര കടന്നിങ്ങോട്ട് വരണം. ഞങ്ങളുടെ മതേതര മനകളുടെ പടിപ്പുര കടന്നു വന്നവനെ ഞങ്ങൾ അംഗീകരിക്കുള്ളൂ, ഞങ്ങൾ മതേതരവാദിയായിട്ട് അംഗീകരിക്കുകയുള്ളൂ എന്നാണ് ആ പറയുന്നത്. അപ്പോൾ അത് ആ പാർട്ടി ഇങ്ങനെ ഒരു നിലപാടായിട്ട് കൊണ്ടു നടക്കുകയാണ്. വിജയരാഘവൻ ഇത് സ്ഥിരം പറയുന്ന ആളാണ്. അദ്ദേഹം പറയുന്നത്, അദ്ദേഹം വാ തുറന്നാൽ ഇത് തന്നെ, ഈ മുസ്ലിം വിരുദ്ധത നിരന്തരം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ്. നോക്കൂ, മുസ്ലിം കമ്മ്യൂണിറ്റി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പാർട്ടി ഒരു പാർട്ടി നേതാവിനെ ഇത്രത്തോളം അസ്വീകാര്യനായിട്ട് ഒരു കമ്മ്യൂണിറ്റി മൊത്തം കാണുന്നുണ്ടെങ്കിൽ വിജയരാഘവൻ്റെ കാര്യത്തിൽ മാത്രമായിരിക്കും. പക്ഷെ അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ലൈനല്ല, അത് പാർട്ടിയുടെ ലൈനാണെന്നാണ് കോടിയേരി ബാലകൃഷ്ണനും ഗോവിന്ദൻ മാഷും സ്വരാജും എല്ലാം തെളിയിച്ചുകൊണ്ടിരുന്നത്. ഇതിൻ്റെ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, ഇതെന്തിനാണ് CPIM ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ പലവട്ടം പറഞ്ഞാണ്, ഈ പറയുന്ന ഈ ഒരു മുസ്ലിം വർഗീയത, തീവ്രവാദം എന്ന് പറയുന്ന ഒരു വലിയൊരു എൻറ്റിറ്റി, ഒരു പിശാച് ഇവിടെ നിൽപ്പുണ്ട്. അതിനെ നമുക്ക് തടയേണ്ടതുണ്ട്. അതിനെ തടയാൻ ഞങ്ങളുടെ കൂടെ കൂടണം എന്നുള്ളതാണ്. അതതിൻ്റെ പരമാവധിയിലാണ് നിലമ്പൂരിലെടുത്തത്. പെഹൽഗാം വരെ അവരവിടെ എടുത്തിട്ടു. പെഹൽഗാം ആക്രമണത്തെ ന്യായീകരിച്ചവരാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തി. RSS പോലും നടത്തിയിട്ടില്ലാത്ത പ്രസ്താവന നടത്തി. അങ്ങനെ വോട്ട് സമാഹരിക്കാൻ ശ്രമിച്ചു. അപ്പോൾ അതിൽ CPM കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഈ പണി CPM വൃത്തിക്കെടുത്തുകൊണ്ടിരിക്കുന്നവരാണ് BJP. അവർ ഇത്രയും കാലം ഈ പണി എടുത്തിട്ട് അവർക്ക് കേരളത്തിൽ എന്ത് രാഷ്ട്രീയ ലാഭം ഉണ്ടായി? മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞ്, മുസ്ലിങ്ങളെക്കുറിച്ച് ഒരു മുസ്ലിം ഭീകര സ്വത്വത്തെ, മുസ്ലിം ഭീകരവാദം, വർഗീയവാദം, ഇതേക്കുറിച്ചുള്ള ഒരു പ്രതീതി, ഒരു ഭീതി സൃഷ്ടിച്ച് വോട്ട് സമാഹരിക്കാൻ സാധിക്കുമെങ്കിൽ
സാധിക്കില്ല എന്ന് ഞാൻ പറയുന്നില്ല. കേരളത്തിന് പുറത്ത് പലയിടത്തും സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ അത് സാധിക്കുമെങ്കിൽ BJP ഇവിടുത്തെ നമ്പർ 1 പാർട്ടിയാകേണ്ട കാലം കഴിഞ്ഞു. BJPക്ക് അത് സാധിച്ചിട്ടില്ല. പിന്നെ CPMന് എങ്ങനെ സാധിക്കും? എന്തുകൊണ്ടാണ് BJPക്ക് അത് സാധിക്കാതെ? BJPക്ക് പ്രചാരണ മെഷീനറി ഇല്ലാത്തതുകൊണ്ടല്ല. കേരളത്തിൽ ഇതിങ്ങനെ മുസ്ലിങ്ങൾ എന്ന് പറയുമ്പോൾ മുസ്ലിം സമൂഹമാകട്ടെ, മുസ്ലിം സംഘടനകളാകട്ടെ, അവരെല്ലാവരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന അവർ അന്യഗ്രഹ ജീവികളല്ല. ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിക്കാരെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വേറെ സംഘടനക്കാരെന്ന് പറഞ്ഞാൽ അവർ നിലമ്പൂരുകാരെന്ന് പറഞ്ഞാൽ, വയനാട്ടുകാരെന്ന് പറഞ്ഞാൽ ഇത് അന്യഗ്രഹ ജീവികളല്ല. അവർ ഈ എല്ലാ കമ്മ്യൂണിറ്റികളുമായിട്ട് എൻഗേജ് ചെയ്ത് ജീവിക്കുന്ന ആളുകളാണ്. അവർ ഇതേ ഒരു മുസ്ലിം ഭീകരവാദം ഇവിടെ എല്ലാം ടേക്ക് ഓവർ ചെയ്യാൻ പോവുകയാണെന്ന് CPMൻ്റെ നേതാക്കന്മാർ എത്ര ചതുര വടിവിൽ പ്രസംഗിച്ചിട്ടും കാര്യമില്ല, അത് വർക്കാവില്ല. പക്ഷെ അത് വർക്കാവുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ, ഈ ഒരു ആശയം നിരന്തരമായി പ്രചരിപ്പിക്കുന്നതിലൂടെ എന്താണ് വിജയിക്കുന്നതെന്ന് ചോദിച്ചാൽ, മുസ്ലിം ഭീകരവാദം എന്ന് പറയുന്ന ഒരു ഭീകര സ്വത്വത്തെ നിർമ്മിക്കുക, അതിനെ ഒരു എതിരിയായി നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുക എന്ന് പറയുന്ന BJPയുടെ പ്രോജക്റ്റ് ഉണ്ട്. അതാണ് വിജയിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത്, ഇവർക്ക് വോട്ട് ലഭിക്കുന്നില്ലെന്ന് മാത്രമല്ല, അപ്പുറത്ത് BJPക്ക് വോട്ട് കൂട്ടിക്കൊടുക്കാനുള്ള പരിപാടികൾ ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് ഒന്നാമത്. രണ്ടാമത്തെ കാര്യം, മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ച് എന്താണ് CPM മനസ്സിലാക്കുന്നത്? CPM എന്ന് മാത്രമല്ല, കേരളത്തിലെ മുഖ്യധാര മാധ്യമപ്രവർത്തകരാകട്ടെ, ഇപ്പോൾ തിരുവനന്തപുരത്തും പിന്നെ കൊച്ചിയിലൊക്കെ ഇരുന്ന് ന്യൂസ് റൂമുകളിലിരുന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ, വളരെ പ്രധാനപ്പെട്ട ഒപ്പീനിയൻ മേക്കേഴ്സ് എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ, അവർക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയെക്കുറിച്ചുള്ള ധാരണ എന്താണെന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, പെരുന്നാളിന് റംസാൻ ആശംസകൾ നേരുന്ന ആളുകളാണ് ഇവരിൽ മഹാഭൂരിപക്ഷവും. പെരുന്നാൾ എന്താണ്? റംസാൻ എന്ന് പറയുന്നൊരു മാസം കഴിഞ്ഞ് വേറൊരു മാസത്തിലാണ് ഈ പെരുന്നാൾ എന്ന സാമാന്യ ധാരണ പോലും ഇല്ലാതെ പെരുന്നാളിന് റംസാൻ ആശംസകൾ ഞാനത് പറയുന്നത് വെച്ചാൽ അത്രയും ഇല്ലിറ്ററേറ്റാണ്, നിരക്ഷരരാണ് ഇവർ മുസ്ലിങ്ങളുടെ കാര്യത്തിലെന്നുള്ളത്. ഇപ്പോൾ ഇവിടെ മലബാറിലൊരു വിഷയം ഉണ്ടാകുമ്പോൾ മുക്കം ഉമ്മർ ഫൈസിയുടെ അടുത്ത് മൈക്കുമായിട്ട് പോകും എല്ലാ ചാനലുകളും. നോക്കൂ, സമസ്തയ്ക്കകത്ത് തന്നെ ഒരു ഗതികിത്താപ്രേതമായിട്ട് അലയുന്ന, സമസ്ത മുഷാവറക്കകത്ത് പോലും സ്വാധീനം ചെലുത്താൻ പറ്റാത്ത ഒരാൾ, അയാളാണ് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട ഒപ്പീനിയൻ, ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായം പറയുന്ന ആൾ. നോക്കൂ, ഈ നിലമ്പൂർ തിരഞ്ഞെടുപ്പ് കാലത്ത് എത്ര ചാനലുകളാണ് ഇത് ബ്രേക്കിംഗ് ന്യൂസായിട്ട് വന്നത്. അദ്ദേഹത്തിൻ്റെ അതോടുകൂടി ഈ പറയുന്ന നിലമ്പൂരിലുള്ള ചിത്രങ്ങളൊക്കെ മാറാൻ പോവുകയാണെന്ന് ന്യൂസ് റൂമിൽ നിന്ന് വിശകലനം ചെയ്ത ആളുകളുണ്ട്, ഇദ്ദേഹത്തിൻ്റെ ബൈറ്റ് എടുത്തിട്ട്. യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റി എന്താണ് എന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടോ എന്നൊരു പ്രശ്നമുണ്ട്. ഞാൻ പലവട്ടം പറഞ്ഞാണ്, മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ അത് കേരളത്തിൽ 10-30% വരുന്നൊരു സമൂഹമാണ്. ചെറുപ്പക്കാരെ വളരെ ഡൈനാമിക്കായിട്ടുള്ള, വളരെ ലോക സംഭവവികാസങ്ങളോട് വളരെ ക്രിയേറ്റീവായിട്ട് എൻഗേജ് ചെയ്യുന്ന മനുഷ്യരാൽ സമ്പന്നമായൊരു സമൂഹമാണ്. അവരുടെ ഒരു അഭിപ്രായ രൂപീകരണം എന്ന് പറയുന്നത് അത് സംഘടനകൾ തീരുമാനിക്കുന്നതേ അല്ല. അതാണ് അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട കാര്യം. മുസ്ലിങ്ങളുടെ സാമാന്യ മുസ്ലിമിൻ്റെ ഒരു എലക്ഷൻ ബിഹേവിയർ എന്ന് പറയുന്നത്, എലക്ഷൻ ബിഹേവിയർ അത് ഏതെങ്കിലും സംഘടനയോ സംഘടനാ നേതാക്കളോ തീരുമാനിക്കുന്നതല്ല. അതിനപ്പുറം സ്വയം വിശകലനം ചെയ്ത് കാര്യങ്ങൾ നിരീക്ഷിച്ച് വിശകലനം ചെയ്ത് തീരുമാനത്തിലെത്താൻ ശേഷിയുള്ള അങ്ങേയറ്റം ചടുലമായിട്ടുള്ള ഒരു ഡൈനാമിക് പബ്ലിക് അത് ഉൾക്കൊള്ളുന്നതാണ് ഈ കമ്മ്യൂണിറ്റി മനസ്സിലാക്കുക. അവരാണ് ഡെസിഷൻ മേക്കേഴ്സ്, അവരാണ് കാര്യങ്ങൾ. അപ്പോൾ അവരോട് ജമാഅത്ത് ഇസ്ലാമി എന്ന് ഇങ്ങനെ നിരന്തരം ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്ന ഒരു ഭീകര സ്വത്വത്തെക്കുറിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ, ഇത് ജമാഅത്ത് ഇസ്ലാമി ചെറിയൊരു സംഘടനയാണല്ലോ, ബാക്കിയുള്ളവരൊക്കെ വോട്ട് കിട്ടും എന്നാണ് ഈ സാധുക്കളായുള്ള CPM നേതാക്കൾ വിചാരിക്കുന്നത്. അങ്ങനെയല്ല കാര്യം. ജമാഅത്ത് ഇസ്ലാമി നിശ്ചയമായും ചെറിയൊരു സംഘടനയാണ്. അത് അവർ തന്നെ അവകാശപ്പെടുന്ന കാര്യമാണ്. വളരെ ചെറിയ 3000 ജില്ലാ അംഗങ്ങൾ മാത്രമുള്ള സംഘടനയാണ് ആ സംഘടന തന്നെ പറയുന്നത്. യഥാർത്ഥത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ എല്ലാ സംഘടനയും ചെറിയ സംഘടനകളാണ്. മുസ്ലിം ജനസാമാന്യം എന്ന് പറയുന്ന സംഘടനാരഹിതരായിട്ടുള്ള മഹാഭൂരിപക്ഷം ജനസാമാന്യമുണ്ട്. അവർ തീരുമാനങ്ങൾ എടുക്കുന്നത് എങ്ങനെയാണ്? അവർ സ്വന്തമായ വിശകലനോപാധികളുള്ള ആളുകളാണ്. അവർ സോഷ്യൽ മീഡിയയിൽ എൻഗേജ് ചെയ്യുന്ന ആളുകളാണ്, ധാരാളമായി വായിക്കുന്നവരാണ്, അവർ ഈ ലോകത്തേക്ക് തുറന്നു വെച്ച മനുഷ്യരാണ്. അവരോട് ഈ ഗോവിന്ദ മാഷ് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഭാഷാശൈലി ജമാഅത്ത് ഇസ്ലാമിൽ നിന്ന് കൃത്യമായി ഉച്ചരിക്കാൻ പോലും അദ്ദേഹത്തിന് അറിയില്ല. ഈ മനുഷ്യൻ വന്നിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നാൽ എന്താണ് സംഭവിക്കുക എന്നതിനെക്കുറിച്ച് അവർ ആലോചിക്കേണ്ടതാണ്. പക്ഷെ അത് ആലോചിക്കാൻ ശേഷിയുള്ള ഒരു മനുഷ്യനും ആ പാർട്ടിയിൽ ബാക്കിയില്ലെന്നുള്ളതാണ് തിരഞ്ഞെടുപ്പിന് ശേഷമുള്ള അവരുടെ നിലപാടുകളേക്കാൻ കാണിക്കുന്നത്. നിഷാദ്, ഇപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം CPM അതിന് ശേഷമുള്ള ഇലക്ട്രൽ പൊളിറ്റിക്സിലേക്കൊക്കെ വരുമ്പോൾ അവരൊരു സമീപനം മാറിയിട്ടുണ്ടോ എന്ന്
അങ്ങനൊരു ചിന്ത നിഷാനുണ്ട്. വേറെ ഒന്നും കൂടിയിട്ടുണ്ടെങ്കിൽ സമീപകാലത്തായിട്ട് പിണറായി വിജയനാകട്ടെ, അല്ലെങ്കിൽ വിജയരാഘവനാകട്ടെ, ഗോവിന്ദമാഷാകട്ടെ, ഇവരൊക്കെ നടത്തുന്ന പ്രസ്താവനകൾ കൂടിയിട്ടൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് നോക്കിയാൽ എനിക്ക് CPM കുറിച്ച് തോന്നുന്ന ഒരു കാര്യം, ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണെന്ന് ശരിയാവണ്ണം ആത്മപരിശോധന നടത്താനുള്ള സംഘടനാ ശരീരാരോഗ്യം പോലും അതിനില്ലേ എന്ന സംശയം. ഇതിപ്പോൾ അപ്പുറത്തെ മുന്നണിയുടെ ചില സവിശേഷമായ ബന്ധങ്ങൾ കൊണ്ടാണ് അവർ ജയിച്ചത് എന്ന് എല്ലാം അവിടെ കൊണ്ടുപോയി ചാരുകയാണ്. ഞങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പം പറ്റിയിട്ടാണോ ഞങ്ങൾ തോറ്റുപോയതെന്ന് പരിശോധിക്കാൻ അതിന് കഴിയുന്നില്ല. പക്ഷെ എന്താണ് കാണേണ്ട കാര്യം, ഈ സർക്കാരിനെ കുറിച്ചാണ് ജനങ്ങൾ ചിന്തിച്ചിട്ടുള്ളത്. ഇപ്പം M. സ്വരാജ് എന്ന സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു, CPIMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം. അദ്ദേഹം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത്. അത് കൊണ്ടുവരുന്നതോടെ നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ടാവുമെന്ന് കരുതി ഈ പാർട്ടി. പക്ഷേ അത് ആ പാർട്ടിയെക്കുറിച്ചും ആ പാർട്ടി നയിക്കുന്ന സർക്കാരിനെക്കുറിച്ചും കുറച്ചുകൂടി ഡയറക്റ്റായി ചിന്തിക്കാനാണ് ആളുകളെ പ്രേരിപ്പിച്ചത്. അവിടെയാണ് ആ പാർട്ടിക്ക് പാളിപ്പോയത്. അപ്പോൾ ആ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ ആ പാർട്ടി ഞങ്ങൾ ലൈഫിൽ വീടുകൾ ഉണ്ടാക്കുന്നുണ്ട്, റോഡുകൾ ഉണ്ടാക്കുന്നുണ്ട്, കിഫ്ബി വഴി ഞങ്ങൾ വികസന പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്, വിദ്യാലയങ്ങൾ നന്നാക്കുന്നുണ്ട് എന്ന് പറയുന്നു. ആളുകൾ ചിന്തിക്കുന്നത് ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അതിൻ്റെ ഇടതുപക്ഷ ഭരണരൂപം എങ്ങനെ പ്രകടമാക്കുന്നുള്ളതാണ്. അത് പ്രത്യേകിച്ച് ഈ സംഘപരിവാറിൻ്റെ ഈ പ്രതാപകാലത്ത് അതിനോട് ഫൈറ്റ് ചെയ്യുന്നതിൽ നിങ്ങൾ എന്തുമാത്രം ലെഫ്റ്റ് പൊളിറ്റിക്സ് കീപ്പ് ചെയ്യുന്നു. ആളുകളുടെ നോട്ടം അതാണ്, പൊളിറ്റിക്കലായ മനുഷ്യന്മാർ ചിന്തിക്കുന്ന അതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, വീടുകൾ ഉണ്ടാക്കാൻ, പാലങ്ങൾ ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ ഈ പറയുന്ന ഇത്തരം നിർമ്മാണ വികസന പദ്ധതികൾ കൊണ്ടുവരാൻ അരവിന്ദ് കെജ്രിവാളിനെ പോലെ രാഷ്ട്രീയമില്ലാത്ത ഒരാൾ മതി. പക്ഷെ അതിനപ്പുറം ചെയ്യുന്ന കാര്യങ്ങൾക്കും പറയുന്ന നിലപാടുകൾക്കും അകത്ത് രാഷ്ട്രീയം വേണമെങ്കിൽ അതിനല്ലേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെക്കുറിച്ച് നമ്മൾ പ്രതീക്ഷ വയ്ക്കുന്നത്. അതുകൊണ്ടല്ലേ അവർ വീണ്ടും വോട്ട് ചെയ്ത് വിജയിക്കപ്പെടുന്നത്. അപ്പോൾ കനൽ ഒരു തരി എന്ന് പറഞ്ഞാൽ ഈ സംഘപരിവാരത്തിൻ്റെ ഈ പറയുന്ന പടർച്ചയുടെ കാലത്ത് അതിന് പ്രതിരോധം നിൽക്കുമെന്ന് വിചാരിക്കുന്നിടത്ത് എന്തുമാത്രം സൂക്ഷ്മ രാഷ്ട്രീയ തലത്തിൽ പ്രതിരോധം നിൽക്കുന്നുണ്ട്. ജനം അത് ചിന്തിക്കുകയാണ്. അതിൽ നമുക്ക് പാളിപ്പോയോ എന്ന കാര്യം ഒരു കുറി പോലും അന്വേഷിക്കാതെ ഇപ്പോൾ CPM എന്താണ് വിചാരിച്ചിരിക്കുന്നത്? അതായത് ഇപ്പോൾ PV അൻവർ രാജിവെച്ചിറങ്ങിപ്പോയ സ്പേസിലാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത്. PV അൻവർ എന്താ ഉന്നയിച്ചത്? ഈ സർക്കാരിൻ്റെ കീഴിൽ സംഘപരിവാറിനെ പ്രതിരോധിക്കുന്ന പരിപാടികൾ നടക്കുന്നില്ല എന്ന് മാത്രമല്ല, പോലീസ് ആകെ സംഘപരിവാറിൻ്റെ കയ്യിലാണെന്നാണ്. ആ PV അൻവറിന് 20,000 വോട്ട് കിട്ടി നോക്കണം. ജനം അയാളുടെ കോസിനെ വാല്യൂ ചെയ്യുകയാണ്. അത്തരം ഒരു തെരഞ്ഞെടുപ്പിൽ UDF 10,000 വോട്ടിന് എന്നിട്ടും ജയിച്ചു. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വീഴ്ചയുണ്ടോ എന്നാണല്ലോ സ്വാഭാവികമായും പരിശോധിക്കേണ്ടത്. അപ്പോൾ CPM വിചാരിക്കുന്നത് നമ്മുടെ സമ്മേളനങ്ങൾ കഴിഞ്ഞു, സമ്മേളനത്തിൽ എവിടെയും സർക്കാരിനെതിരെ ഒരു വിമർശനവുമില്ല, ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു വിമർശനവുമില്ല. അൻവർ പുകഞ്ഞ കൊള്ളി പുറത്ത്, അൻവറിനെ ആക്ഷേപിക്കാനായിരുന്നു എല്ലാവർക്കും തിടുക്കം. അപ്പോൾ നമ്മുടെ സമ്മേളനങ്ങളിലെ ചർച്ചകൾക്കകത്ത് നമ്മൾ തടഞ്ഞു വെച്ചാൽ എല്ലാം തടഞ്ഞു വെക്കപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു അമിതാത്മവിശ്വാസം ജനത്തിനെല്ലാം ഓർമ്മയുണ്ടാവും. നിങ്ങളുടെ സമ്മേളനങ്ങളിൽ എല്ലാ ജില്ലാ സമ്മേളനങ്ങളിലും പിണറായി വിജയൻ നേരിട്ട് വന്നിരുന്നു എന്നതുകൊണ്ട് സഖാക്കൾക്ക്, പ്രതിനിധികൾക്ക് അഭിപ്രായം പറയാനും വിമർശിക്കാനും ഒരുപക്ഷെ ഭയമുണ്ടാവും. വിമർശിക്കുന്ന ആളുകളെയൊക്കെ അൻവറിൻ്റെ ആളുകളാക്കി ചാപ്പയടിച്ചിരുന്നെങ്കിൽ അന്ന് ആർക്കും മിണ്ടാൻ പേടിയായിരുന്നു. പക്ഷേ ജനം ഒന്നും മറന്നുപോയിട്ടില്ല എന്ന് വെച്ചാൽ നിങ്ങളുടെ ADGP RSSനെ പോയി കണ്ടത് ഒരു തെറ്റല്ല എന്ന് നിങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ഷംസീറും MV ഗോവിന്ദനും ഒക്കെ കൂടി പറഞ്ഞാലും അത് തെറ്റാണെന്ന് വിചാരിക്കുന്ന മതനിരപേക്ഷ ബോധ്യമുള്ള മനുഷ്യർ എവിടെയുണ്ട്? നിലമ്പൂരിലുണ്ടായിരുന്നു. അവരാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ മലപ്പുറവുമായി ബന്ധപ്പെടുത്തി ഒരു PR ഏജൻസിയെ കൊണ്ട് ഹിന്ദു ദിനപത്രത്തിൽ അച്ചടിച്ച് വന്നിട്ടുള്ള നിങ്ങളുടെ കുറിപ്പ്, അതിന് നിങ്ങൾ കൊടുത്ത ദുർബലമായ വിശദീകരണം, അത് നിങ്ങളുടെ കയ്യിൽ തന്നെ വെച്ചേക്കൂ എന്നാണ് രാഷ്ട്രീയ ബോധ്യമുള്ള മനുഷ്യർ ഈ പാർട്ടിയോട് പറയുന്നത്. പൂരം കലക്കുന്ന സമയത്ത് കലങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ സംസ്ഥാനത്തെ 2ാമത്തെ മന്ത്രിയായ K. രാജൻ 2 തവണയോ 3 തവണയോ വിളിച്ചിട്ടും ആ ഫോൺ എടുക്കാതിരിക്കാനും പൂരം കലങ്ങിക്കോട്ടെ എന്ന് വിചാരിക്കാനും തക്ക ആത്മവിശ്വാസമുള്ള ഒരു ADGPയെ നിങ്ങൾ തീറ്റിപ്പോറ്റുന്നു. അയാൾക്ക് എവിടെ നിന്നാണ് ഈ ധൈര്യം വരുന്നത്? അയാൾക്കെതിരെയുള്ള എല്ലാ റിപ്പോർട്ടുകളും നിങ്ങൾ അവഗണിക്കുകയാണ്. അത് ഓർത്തു വെച്ചിരിക്കുന്നു മനുഷ്യർ. മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസ് ഓഫീസർമാർ നടത്തിയിട്ടുള്ള അതിക്രിയകൾ മറന്നുപോയിട്ടില്ല ജനം. അത് തിരുത്തുന്നതിനെക്കുറിച്ച് സംസാരിക്കാൻ ഈ പാർട്ടിക്ക് ധൈര്യമുണ്ട്. അതാണ് പ്രധാന കാര്യം. അപ്പുറത്തുള്ള സംഘടനകളെക്കുറിച്ച് പറഞ്ഞോട്ടെ, ഇനിയിപ്പോൾ അവർക്ക് വേണ്ടത്തുള്ള ആക്ഷേപമൊക്കെ വേണമെങ്കിൽ ഉന്നയിക്കാം. പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യുന്നു ഈ കാര്യത്തിൽ? വർഗീയതയാണല്ലോ നിങ്ങൾ ഡിസ്കസ് ചെയ്യപ്പെടാൻ പോകുന്ന വിഷയമെങ്കിൽ വർഗീയതയ്ക്കെതിരായിട്ട് നിങ്ങളുടെ കയ്യിൽ ഭരണമുള്ളപ്പോൾ നിങ്ങൾ എന്ത് പണിയാണ് എടുക്കുന്ന ചോദ്യത്തിന് ആൻസർ ഇല്ല. അതാണ് ജനം. എന്തുകൊണ്ടാണ് സ്വരാജിന് ആകെയുള്ള 2 റൗണ്ടുകളിൽ മാത്രമാണ് എഡ്ജ് എടുക്കാൻ കഴിഞ്ഞത്, നാമമാത്രമായ എഡ്ജ്. ബാക്കി എല്ലായിടത്തും അദ്ദേഹം താഴെ പോയി. അപ്പോൾ ജനം കണ്ടത് എന്താണ്? സ്വരാജിനെക്കുറിച്ച് ആളുകൾ, സ്വരാജ് വലിയ രാഷ്ട്രീയം പറയുന്ന ആളാണ്, പക്ഷേ സ്വരാജ് റെപ്രസെൻ്റ് ചെയ്യുന്ന പാർട്ടിയും അതിൻ്റെ സർക്കാരും അതിൻ്റെ ദൗത്യം നേരാവണ്ണം പൂർത്തിയാക്കുന്നില്ല എന്ന വിമർശനം ജനത്തിനുണ്ട്. അതിൻ്റെ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിളാണ് ആർക്ക് കിട്ടിയ വോട്ട്? PV അൻവറിന് കിട്ടിയ. PV അൻവർ ഇതുവഴിയെല്ലാം സഞ്ചരിച്ച് വഷളാക്കിയിട്ട് വന്ന് നിൽക്കുമ്പോഴും 19,800 വോട്ടുകൾ കൊടുക്കാൻ അവിടുത്തെ ജനങ്ങൾ തയ്യാറായത് അയാൾ ഉന്നയിച്ച പ്രശ്നത്തെ വാല്യൂ ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പോൾ CPM ഇപ്പോഴും മനസ്സിലാക്കുന്നില്ല ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുണ്ട്. ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ മനസ്സിലാക്കുന്നത് DGPയുടെ റിപ്പോർട്ട്, പോലീസ് ചീഫിൻ്റെ റിപ്പോർട്ട് ഗുരുതരമായ തെറ്റ് ഈ പൂരം കലക്കലിൽ ചെയ്തെന്നാണ്. അദ്ദേഹത്തെ DGP ആക്കാനുള്ള അശ്രാന്ത പരിശ്രമം ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരിക്കും നിങ്ങളുടെ കീഴിൽ വിദ്വേഷ യൂട്യൂബർമാർ അരങ്ങു വാഴുന്നത്, അവർ ഈ നാട് കുട്ടിച്ചോറാക്കുന്നത്, നിങ്ങളുടെ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് സംഘപരിവാറിൻ്റെ പദ്ധതി നടപ്പിലാക്കുന്നത്, മലപ്പുറത്തെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങൾ പലപ്പോഴായിട്ട് താൽക്കാലിക രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉണ്ടാക്കുന്ന ചില ബഹളങ്ങൾ, ഇവയെ അവസാനിപ്പിക്കാതെ
ജനം അത് വിട്ടുകളയുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഇതിങ്ങനെ പറയുക, എല്ലാം അപ്പുറത്ത് വർഗീയത കൊണ്ട് മാത്രം ജയിച്ചു, ഞങ്ങൾ പെർഫെക്റ്റാണ്. അത് തിരുത്താനും പരിശോധിക്കാനും CPIM തയ്യാറാവുന്നില്ലെങ്കിൽ ജനം, നല്ല രാഷ്ട്രീയ ബോധ്യമുള്ള ജനം, നല്ല ഓർമ്മയുള്ള ജനം, അവരെ തിരുത്താൻ ഇതിലും വലിയ പണി എടുത്തു കൊടുക്കുമെന്ന് മനസ്സിലാക്കാൻ ആ പാർട്ടി കഴിയട്ടെ എന്ന് ഞാൻ സാധാരണ നിലയ്ക്ക് പറയും. അതെ, തെരഞ്ഞെടുപ്പുകൾ വരും പോവും. പക്ഷേ ഈ ഗോവിന്ദ മാസ്റ്റർ ഇപ്പോൾ നടത്തിയ പോലുള്ള പ്രസ്താവനകൾ ജനങ്ങൾ എല്ലാ കാലവും ഓർത്തിരിക്കും. പ്രത്യേകിച്ച് CPM അല്ലെങ്കിൽ LDF വോട്ട് ചെയ്യാത്തവരെല്ലാം, അല്ലെങ്കിൽ UDF വോട്ട് കൊടുത്തവരെല്ലാം വർഗീയവാദികളാണെന്നൊക്കെ പറയുന്നത് ജനങ്ങൾ ഒരു കാലത്തും മറക്കില്ല എന്നാണ് പറയാനുള്ളത്.